പ്രിയപ്പെട്ടവരെ, ഞാൻ സുബൈർ പടുപ്പാണ്. വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ നമ്മുടെ ഈ മാസം, റബീഉൽ അവ്വൽ മാസം. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നബിദിനത്തിനുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ലോകത്താകമാനം ആഘോഷിക്കപ്പെടുകയാണ്. വിശ്വവിമോചകൻ സമാധാനത്തിൻ്റെ അംബാസഡറാണ്. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അതുപോലെ തന്നെ സൗഹാർദ്ദത്തിൻ്റെ, അങ്ങനെ എല്ലാം കൊണ്ടും ലോകത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വലിയ ഒരു നേതാവാണ് പുണ്യ റസൂൽ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ലോകത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ തുടക്കം കുറിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം ഹജ്ജത്തുൽ വദാഹിൽ ഒരുമിച്ച് കൂട്ടിയ തൻ്റെ 1,00,000 ചില്ലാനും വരുന്ന അനുയായികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രവാചകൻ ഏറ്റവും അവസാനമായി നടത്തിയ പ്രഭാഷണത്തിൽ പ്രവാചകൻ ലോകത്തിൻ്റെ അവസാനം വരുന്ന ആളുകൾക്കുള്ള സന്ദേശം വിശ്വവിമോചകൻ നൽകുന്നുണ്ട്. പ്രവാചകന്റെ ആ പ്രഭാഷണമാണ് ഓരോ രാജ്യങ്ങളുടെയും ഭരണഘടനയായി പിന്നീട് രൂപപ്പെട്ടു വരുന്നത്. മുഹമ്മദ് നബിയുടെ സന്ദേശമാണ് കളക്ടർ എന്ന പദവി എന്ന് പറയുന്നത്, തഹസിൽദാർ എന്ന പദവി എന്ന് പറയുന്നത്, ട്രഷറി എന്ന പദവി എന്ന് പറയുന്നത്, നാവികസേന എന്ന് പറയുന്നത്, കരസേന എന്ന് പറയുന്നത്, അങ്ങനെ തുടങ്ങി ഓരോന്നും പരിശോധിക്കപ്പെടുകയാണെങ്കിൽ പ്രവാചകൻ അന്ന് കാണിച്ച ആ മാതൃകയുടെ തുടർച്ചയെന്നോണമാണ് അത് നടക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ശാസ്ത്ര സാങ്കേതിക വികസനത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ 1400 വർഷം മുമ്പ് വിശ്വവിമോചകൻ പറയുന്നൊരു വാക്കുണ്ട്. എന്തിനെ കുറിച്ചാണ് ആ പറയുന്നതെന്ന് അറിയുമോ? കടലിനെ കുറിച്ച്. അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെക്നോളജിയും കണ്ടുപിടിക്കാത്ത കാലത്തിലാണ് വിശ്വവിമോചകൻ കടലിന്റെ ആഴങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കടലിന്റെ ആഴങ്ങളെക്കുറിച്ച് പറയുന്നത്, പ്രവാചകൻ പറയുന്നത്, കടലിന്റെ ആഴങ്ങളിൽ ഇരുട്ടിന്റെ മേൽ ഇരുട്ടാണ്, തിരമാലകൾക്ക് മേലെ തിരമാലകളാണ്, കൂരാ ഇരുട്ടാണ് കടലിന്റെ അടിത്തട്ടിൽ. തൻ്റെ കൈ തൻ്റെ മുഖത്തിന് നേരെ പിടിച്ചാൽ ആ കൈ കാണാൻ കഴിയാത്ത വണ്ണം ഇരുട്ടാണ് കടലിന്റെ അടിത്തട്ടിലെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു കപ്പൽ കടലിൽ തകർന്നു വീഴുകയുണ്ടായി. ആ ടൈറ്റാനിക് എന്ന കപ്പൽ കാണുന്നതിന് വേണ്ടി ഒരു പേടകമുണ്ടാക്കിയ ശാസ്ത്രജ്ഞന്മാർ, എന്നിട്ട് ആ കടലിന്റെ ആഴങ്ങളിലേക്ക് ആ ടൈറ്റാനിക് കപ്പൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പേടകത്തിലൂടെ ലോകത്തെ 3 സമ്പന്നരായ മനുഷ്യർ കടലിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു. കടലിന്റെ ആഴങ്ങളിൽ വെച്ച് ആ പേടകം തകർന്നു. ആ തകർന്ന പേടകത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടി വീണ്ടും ശാസ്ത്രജ്ഞന്മാർ മറ്റൊരു വാഹനം അയച്ചു, മറ്റൊരു പേടകം അയച്ചു. തിരിച്ചു വന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, കടലിന്റെ അടിത്തട്ടിൽ കൂരാ ഇരുട്ടാണ്, ഇരുട്ടിന്റെ മേൽ ഇരുട്ടാണ്, അഥവാ തിരമാലകൾക്ക് മേലെ തിരമാലയാണ്, ഇരുട്ടിന്റെ മേലെ ഇരുട്ടാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഓരോന്നും പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് ശാസ്ത്ര ലോകത്തെ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ് പ്രവാചകന്റെ ഓരോ വചനങ്ങളും. പ്രവാചകന്റെ ഓരോ വചനങ്ങളും എടുത്തുകൊണ്ടാണ് നാസ ഉൾപ്പെടെയുള്ള ഗവേഷകർ ഇന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, അസാധാരണകരനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അത്ഭുതകരമായ ഒരു അത്ഭുത മനുഷ്യനാണ് പ്രവാചകൻ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയും ബാധ്യതയുമാണ്. ആ ബാധ്യതകൾ നിർവഹിക്കുന്ന പ്രവാചക സ്നേഹികൾക്കെല്ലാവർക്കും എൻ്റെ 1000 വട്ടമുള്ള നബിദിന ആശംസകൾ സമർപ്പിക്കുന്നു. വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് പ്രപഞ്ചനാഥൻ, സർവാധിപതിയും സർവജ്ഞനും സർവലോക രക്ഷിതാവുമായ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സുന്ദരമായ ഒരു ലോകം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സുബൈർ പടുപ്പ്.